റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം നടത്തുമ്പോൾ ശബരിമലയിൽ എന്തിനും ഏതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് വ്യക്തമാകുന്നത്. അത്രമേൽ സ്വാധീനമുണ്ടായിരുന്നു കേട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ചില ദേവസ്വം ബോർഡ് സുഹൃത്തുക്കളുടെയൊക്കെ ബെസ്റ്റി ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. നിർണായക മഹസർ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇന്നും പ്രേക്ഷകരുമായി റിപ്പോർട്ടർ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ റോഷി, ഗുഡ് മോർണിംഗ്. ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും പോറ്റിക്ക് കൈമാറി. 2019 മെയ് 18 കട്ടിളയുടെ 7 ഭാഗങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണ്ണപ്പാളിയും ചെമ്പെന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കട്ടിളപ്പാളി സ്വർണം പൂശാൻ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് മഹസറിൽ പക്ഷേ രേഖപ്പെടുത്തിയിട്ടില്ല. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, കട്ടിളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇളക്കി കൊടുത്തോ? അരുൺകുമാർ, നേരത്തെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുമാറ്റി നൽകുമ്പോൾ അത് ചെമ്പ് തകിടാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ സമാനമായി ഈ ദ്വാരപാലക വിഗ്രഹം കൈമാറിയത് 2019 ജൂലൈ 19-നും 20-നുമായിരുന്നെങ്കിൽ ഇത് അതിനു മുമ്പ് തന്നെ ഈ ശ്രീകോവിലിന്റെ കട്ടിളയും ഇളക്കി മാറ്റി അതിൻ്റെ പാളികൾ ഇളക്കി മാറ്റി കൈമാറിയെന്നാണ് ഈ മഹസറിലൂടെ തെളിയുന്നത്. ആ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി കൈമാറുമ്പോൾ അത് ചെമ്പ് തകിടെന്ന് മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്താനുള്ള ആ ഒരു ശ്രദ്ധ അവർക്കുണ്ടായിരുന്നു. നേരത്തെ വിജയ് മല്യ സ്വർണം പാളി അതിൽ പതിച്ചതാണ്. ആ സ്വർണ്ണപ്പാളി പതിച്ച സ്വർണ്ണപ്പാളി എവിടെ എന്ന ചോദ്യമാണ്. ആ സ്വർണ്ണപ്പാളി അഴിച്ച് കൈമാറുമ്പോൾ അതിനെ എങ്ങനെ ചെമ്പ് തകിടാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഉയർന്നത്. മഹസറിൽ കൃത്യമായി രേഖപ്പെടുന്നു എന്ത് കാരണത്താലാണ് ഈ സ്വർണ്ണപ്പാളി പതിച്ച കട്ടിള ഇപ്പോൾ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചത് എന്ന് വ്യക്തമല്ല. നേരത്തെ വാതിലിന് ചില തകരാറുകൾ സംഭവിച്ചത് കാരണം അത് പുതുതായി പുതുക്കിപ്പണിയാനുള്ള ഒരു തീരുമാനമെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു. അതൊരു തീരുമാനമാണ്. നേരെ മറിച്ച് ഈ കട്ടിളയ്ക്ക് തകരാറ് സംഭവിച്ചതായി ഈ മഹസറിൽ പറയുന്നില്ല. ആര് പറഞ്ഞിട്ടാണ് എന്ന് കൃത്യമായി പറയുന്നു. ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം ചിലവിൽ ഈ കട്ടിള സ്വർണം പൂശി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കട്ടിള മെയ് 18, 2019 അഴിച്ചു മാറ്റുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഏൽപ്പിക്കുന്നു. 7 ഭാഗങ്ങളായിട്ടാണ് കട്ടിളയിൽ പാളിയ ആ സ്വർണ്ണപ്പാളികൾ. അത് ദേവസ്വത്തിന്റെ ഭാഷയിൽ അത് ചെമ്പ് തകിടാണ്. അത് കൈമാറുന്നു. പക്ഷേ എവിടേക്കാണ് സ്വർണം പൂശാൻ അല്ലെങ്കിൽ ഇതിന്റെ തകരാറ് പരിഹരിക്കാൻ കൊണ്ടുപോകുന്നതെന്ന മഹസറിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരണമെന്ന നിർദ്ദേശവും മഹസറില്ല. പക്ഷേ ദേവസ്വം കമ്മീഷണർ ആ മഹസറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നേരത്തെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുമ്പോൾ അവിടെ ദേവസ്വം കമ്മീഷണറോ സ്മിത്തോ ഈ മഹസറിൽ ഒപ്പുവെച്ചിരുന്നില്ല. പക്ഷേ 2019 മെയ് 18 ഈ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികൾ ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുമ്പോൾ ആ മഹസറിൽ ഒപ്പുവെച്ചതിൽ ഈ ദേവസ്വം സ്മിത്തുണ്ട്, ദേവസ്വം കമ്മീഷണറുണ്ട്. അരുൺകുമാർ, ഓക്കെ, അതിലാണ് ഏറ്റവും വലിയ നിഗൂഢതയുള്ളത്. സംഭവം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഒരു ഗൂഢസംഘം ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നത് ഉറപ്പാണ്. അവരെയൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നത്. റിപ്പോർട്ടറും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്.